ഹായ് ഓൾ, ഇതെൻ്റെ ഫസ്റ്റ് ഓൺവേഴ്സ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത ഒരു കുട്ടി സർപ്രൈസ് വീഡിയോ ആണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്ന ടൈമിലൊക്കെ എനിക്ക് സർപ്രൈസസ് തരാറാണ് പതിവ്. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റും ചെയ്തു. ഞാനും എൻ്റെ അനിയനും കൂടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റൂമൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് ഒരു കേക്കൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 1 ഇയർ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനങ്ങനെ ഗിഫ്റ്റ്സൊന്നും വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അപ്പം എന്തായാലും എന്തുവാണ് റിയാക്ഷൻ എന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്കത് ഇഷ്ടമാവുമോ, അല്ലെങ്കിൽ ഗിഫ്റ്റ് കാണുമ്പം എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കുറേ എക്സൈറ്റ്മെൻറ്റും ചിന്തകളും ആൻസൈറ്റിയും ഒക്കെ ആയിരുന്നു എനിക്ക്. ബട്ട് വിചാരിച്ച പോലെയൊന്നും അല്ലായിരുന്നു. ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ആ ഫേസിൽ കാണാനും ഉണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഗിഫ്റ്റ് ആയതുകൊണ്ട് ആൾക്കത് ഒത്തിരി ഹാപ്പിയായി. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഫ്ലോപ്പ് ആവുമോ എന്ന ടെൻഷനും എനിക്കുണ്ടായിരുന്നു. ബട്ട് എൻ്റെ എഫേർട്ടൊന്നും വേസ്റ്റ് ആയില്ല. കുറേ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ആൻഡ് ഞാൻ വിചാരിച്ച പോലെയല്ല, എല്ലാ കാര്യവും നന്നായി നടന്നു. ഫസ്റ്റ് ആനിവേഴ്സറി ഇത്രയും സ്പെഷ്യൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആക്ച്വലി ആനിവേഴ്സറിയുടെ ഒരു 3 days മുന്നേ ആണ് നമ്മളിതെല്ലാം സെറ്റാക്കിയത്. കാരണം ആൾ നാട്ടിൽ വരുന്ന ദിവസം തന്നെ എനിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അനിയനും കൂടെ എല്ലാം സെറ്റാക്കി. സോ നമ്മൾ ഫസ്റ്റ് അൺറാപ്പ് ചെയ്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചെരുപ്പായിരുന്നു. അപ്പോൾ ആൾക്ക് ഒരു ബർക്കൻ സ്റ്റോക്കിൻ്റെ ചെരുപ്പ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അത് തന്നെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടാണ്, ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ സ്ട്രൈപ്സ് വരുന്ന പോലത്തെ ഒരു ഷർട്ട്. പിന്നെ ഇനി നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഗിഫ്റ്റാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് സ്പെഷ്യൽ വൺ. ഇത് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് എനിക്കിഷ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു ഫോട്ടോ ഒരു കുട്ടി ഫ്രെയിമാക്കി ചെയ്തതാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിൻട്രസ്റ്റിൽ കയറിയിട്ട് എനിക്ക് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്ന ഒരു കാർഡാണ്. ഈ കാർഡെന്ന് പറയുന്നത് ഇതിൽ ഒരു ലെറ്റർ വന്നിട്ട് പിന്നെ ഒരു ചെറിയ ഒരു കാലണ്ടർ പോലെ അതിൽ നമ്മുടെ വെഡ്ഡിങ് ഡേറ്റൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു പേപ്പർ കട്ടിങ്, പിന്നെ ഒരു എൻവലപ്പിനകത്ത് ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ഫോട്ടോയാണ്. അതൊരു ഗിബ്ലി ഫോമിലാക്കിയിട്ട് അത്, പിന്നെ കുറേ കുട്ടി കുട്ടി ഹാർട്ട്സ്, അങ്ങനെ വരുന്ന ഒരു കാർഡാണ്. ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സിമ്പിളായിരിക്കുന്നു. പക്ഷെ അത്യാവശ്യം സമയമൊക്കെ എടുത്ത്, എന്നാലും ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് ആൻഡ് റെഡ് ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. ആൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് സർപ്രൈസ് ചെയ്യുമെന്ന്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ആൾ ഹാപ്പി. ആളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. ഇനി ലാസ്റ്റായിട്ട് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ഒരു പെർഫ്യൂമാണ്. മയോപ്പി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച ഒരു പെർഫ്യൂം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വേർഡിങ്സോ കോഡ്സോ എന്തോ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഞാനൊരു വേർഡിങ്സൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെർഫ്യൂം എന്ന് പറയുന്നത് ആളുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം എന്തുകൊണ്ടും ഒരു ഗിഫ്റ്റ് പെർഫ്യൂം ആക്കിക്കൂടാന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ സെറ്റാക്കിയതാണ് ഈ പെർഫ്യൂം. അതും ആൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട് അങ്ങനെ മൊത്തത്തിൽ കളറാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.